നമസ്കാരം. ദീപാവലിയെ കളരിപ്പറ്റി കുറച്ച് നാളായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല. കുറച്ച് തടസ്സം ഉണ്ടായിരുന്നു. ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് പോയ കാരണമാണ് ചെയ്യാതിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് ആദ്യം ചെയ്തിരിക്കുന്ന ചികിത്സാ രീതി തന്നെയാണ്. കളരിപ്പറ്റിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മർമ്മത്തിന് ക്ഷതമുണ്ടായ അത് സുഖപ്പെടുത്തി കൊടുക്കുക. അത് കളരിപ്പയറ്റ് ആശാൻ്റെ ഒരു കടമയാണ്. അതിന് വേണ്ടി ഞങ്ങൾ അതിൽ നമ്മൾ മർമ്മ ചികിത്സയുണ്ട്. നമുക്ക് അത് തിരുമിലി 3 വടിവുകളാണ് പറയണം. നിലത്ത് കിടന്ന് 3 വടിവുകളാണ് പറയണം. ഒന്ന് അശ്വവടിവിൽ, ഒന്ന് ഗജവടിവ്, ഒന്ന് സിംഹവടിവിൽ. നമ്മൾ നിലത്ത് കളരി ട്രീറ്റ്മെൻറ്റ് അല്ലെ, കളരി ആയുർവേദ അല്ലെ, കളരി തിരുമിൽ നമ്മൾ നിലത്ത് കിടത്തി തിരുമാനാണ് പറയുന്നത്. ഇത്ര ആരോഗ്യപരമായിട്ടുള്ള തിരുമ ഒരു ആയോധന കലയിലും ഇല്ല. അത് ആ കളരിപ്പയറ്റിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ ചികിത്സയുണ്ട്. ഏത് മർമ്മത്തിൽ ക്ഷതം ഉണ്ടായാലും കൃത്യമായ ചികിത്സയുണ്ട്. തിരുമ കൊണ്ട് എന്താണ് ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കൃത്യനിഷ്ഠയില്ലാത്തവർ, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാത്തവർക്ക്, വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നവർക്ക്, സമയത്ത് ബാത്റൂമിൽ പോകാത്തവർക്ക്, ഇങ്ങനെയുള്ള അഴുക്കുകൾ ശരീരത്തിൽ അടിഞ്ഞിട്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. നീർക്കെട്ടെന്ന് പറയും. നീർക്കെട്ടെന്ന് പറയുമ്പോൾ സമയക്കെട്ടിൽ കുളിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഉദയത്തിന് മുമ്പ് കുളിക്കണമെന്നാണ് പറയുന്നത്. വൈകുന്നേരം മനുഷ്യൻ്റെ ഒരു കുളിയെ പറഞ്ഞിട്ടില്ല. അത് രാവിലെ ഉദയത്തിന് മുമ്പ് കുളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ദേഹം കഴുകാം. ഉച്ചയിൽ വെള്ളം ഒഴിക്കലോ തലക്ക് വെള്ളം ഒഴിക്കലോ എന്നാണ് പറയുന്നത്. ഈ സമയക്കേടിൽ വന്ന് കുളിച്ചും ഉച്ചക്ക് കുളിച്ചും ഭക്ഷണമൊക്കെ സമയക്കേടിലൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അസുഖം ഉണ്ടാക്കുന്നത്. ഇതിനാണ് തെക്ക് വടക്ക് ഓടി മരുന്ന് മേടിക്കുന്നത്. അതിൽ കളരിയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ ശരീര വ്യായാമ മുറ കൃത്യം പറയുന്നുണ്ട്. ശരീരം ഏറ്റവും വലിയ ചികിത്സ എന്ന് പറയുമ്പോൾ വ്യായാമ മുറ തന്നെയാണ്. കളരിയിലുള്ള ഒരുപാട് വ്യായാമങ്ങളുണ്ട്. ഒരു 96 വ്യായാമങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു 10-14 വ്യായാമ മുറകളാണ് നമ്മൾ പിള്ളേർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. അമിതവണ്ണം, നമുക്ക് ശരീരത്തിൻ്റെ എനർജി കുറവ്, ഇതെല്ലാം നമ്മുടെ ആരോഗ്യക്കുറവെല്ലാം വ്യായാമത്തിൽ കൂടെ കിട്ടും. ആസ്മ, ശ്വാസം മുട്ടൽ, കഫക്കെട്ടൽ, ഇതെല്ലാം നമ്മൾ ശാസ്ത്രീയമായ വ്യായാമത്തിലൂടെ കൊടുത്ത് ലങ്സിന് വികാസമില്ലാത്ത ലങ്സ് വികസിക്കാത്തവർക്കൊക്കെ ഇതിലൊക്കെ കൃത്യമായ വ്യായാമങ്ങൾ നമുക്ക് കൃത്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ചെയ്തിരിക്കുന്ന തിരുമെന്ന് പറയുമ്പോൾ ശരീരത്തെ ദുർമേധസ്, അഴുക്കുകളെ പുറന്തള്ളുക എന്നാണ് ലക്ഷ്യബോധം. അപ്പോൾ കളരി വിദ്യാർത്ഥിനെ പറയുന്നുണ്ട് 6 മാസം ആകുമ്പം അത് ശരീരം മൊത്തം ഒരു 7 ദിവസം ഒഴിച്ചിൽ ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമുക്ക് കളരിയിൽ തന്നെ അശ്വെണ്ണ അല്ലെങ്കിൽ ഈ അണച്ചുള്ള എണ്ണ പറയുന്നുണ്ട്. അത് നമുക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ തിരുമി കൊടുത്തില്ലെങ്കിൽ ശരീരം ഉണങ്ങി മറ്റുള്ള അസുഖങ്ങളുണ്ടാവും. എണ്ണ തേച്ചിറങ്ങാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരം കാണിച്ചിരിക്കുന്നത്. തുടങ്ങുന്നത് നമ്മൾ തലയിൽ നിന്നാണ് തിരുമ തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞ് കാലിൻ്റെ വെള്ളയാണ്. അത് കഴിഞ്ഞ് മറിച്ചിട്ട് കമത്തി കിടത്തി നടുവിൽ നിന്നാണ് തിരുമ പോകേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കളരി മാത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ തിരുമൊഴിച്ചിലൂടെ ഇതിൻ്റെ കളരിയുടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാലിനുള്ള തിരുമുണ്ട്, നിലത്ത് കിടത്തിയുള്ള ടേബിളിലുള്ള സുഖചികിത്സയുടെ ഭാഗമായിട്ട് ടേബിളിലുള്ള തിരുമുണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട് ഈ തിരുമ കഴിയുമ്പോൾ നമുക്ക് കോടി ഉടിപ്പിക്കുക എന്നൊരു കാര്യമുണ്ട്. കോടി ഉടിപ്പിക്കുക, കോണ് വലിക്കുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളാണ്. അതൊക്കെ ചെയ്ത് നമ്മളൊരു 7 ദിവസം തിരുമെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു 7 ദിവസം റെസ്റ്റ് കൂടെ എടുക്കുമ്പോൾ ഒരു തിരുമിന് 1 ദിവസം റെസ്റ്റാണ് പറയണം. മർമ്മ ചികിത്സയ്ക്ക് പറയുന്ന ഒരു തിരുമിന് 3 ദിവസം റെസ്റ്റാണ് പറയണം. അപ്പോൾ നമ്മൾ 7 ദിവസം തിരുമ്പി 21 ദിവസം റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. അതല്ലാതെ സുഖചികിത്സയുടെ ഭാഗമായിട്ടാണെങ്കിൽ 1 ദിവസം തിരുമിന് 1 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ 7 ദിവസം തിരുമിന് 7 ദിവസം റെസ്റ്റ് എടുക്കുക. നിങ്ങൾ പൂർണ്ണ ആരോഗ്യമായിട്ട് 1 വർഷത്തേക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങൾ ശരീരത്തിൽ ഉണ്ടാകത്തില്ലെന്നാണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എന്തെല്ലാം നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്ന എന്തെല്ലാം നമ്മൾ ശരീരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നില്ല. പൊതുവെ ആൾക്കാർ പോട്ടെ എന്നതിനാ തിരുമിക്കുന്നത് എന്നൊക്കെ ചേർത്തിട്ട് ഒരുപാട് ക്ഷീണങ്ങൾ വരികയാകുമ്പോൾ
നമ്മൾ പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്, ലക്ഷങ്ങൾ എന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങളുടെ മസിൽ, ശരീരത്തിൻ്റെ കൈകാല് മരവിപ്പ്, നടുവേദന, ഇങ്ങനെയുള്ള ചികിത്സ, ഇങ്ങനെയൊക്കെ അസുഖമാകുമ്പോൾ നിങ്ങൾ നല്ല കേരളത്തിൽ ഒരുപാട് നല്ല ചികിത്സ, കളരി ചികിത്സ ചെയ്യുന്ന ആശാന്മാരുണ്ട്. എവിടെയെങ്കിലും പോയി അത് ഒരാഴ്ച റെസ്റ്റ് എടുക്കുക, തിരുമുക, വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച കിടക്കുക. ഒരു വർഷത്തേക്ക് മരുന്ന് മേടിക്കേണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായി കളരി പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് നമ്മുടെ പറഞ്ഞത്. കോമള, നീ തിരുമെടുക്കണം, തിരുമെടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ തിരുമുന്ന ആളും തിരുമെടുക്കണം. തിരുമുന്ന ആൾ ചെയ്യേണ്ട ആരോഗ്യമായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബലാരിഷ്ടം, ഇതിൻ്റെ അകത്ത് ബലാരിഷ്ടമുണ്ട്. അല്ലെങ്കിൽ നല്ല പശുവും പാല് ഒരു 1/2 ലിറ്റർ കഴിക്കണം, നല്ലതായിരിക്കും. നല്ല പശുവും പാലായിരിക്കണം എന്ന് വെച്ചാൽ പണ്ട് നാടൻ പശുവിൻ്റെ പാല് നല്ലതാണ്. പുല്ല് തിന്ന, പച്ചപ്പുല്ല് മേഞ്ഞ് പിടിച്ച് തിന്ന് ആ പശുവിൻ്റെ പാല് കഴിക്കുന്ന നല്ല. അതൊക്കെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയാണ്, ശരീരം തണുപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആരോഗ്യമായിട്ടിരിക്കണം, വൈദ്യരും ആരോഗ്യമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പിന്നെ 3 ക്രിയകൾ പറയുന്നുണ്ട്. ഒന്ന്, മലബന്ധം ഉണ്ടാകരുത്. അത് പൊതുവേ മലബന്ധം ഉണ്ടായ അസുഖത്തിൻ്റെ കാരണത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ മൂത്ര തടസ്സം അതും ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ളവരെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ഇവർ മൂത്ര സംബന്ധ ക്ഷീണമുള്ളവർ ഉറക്കെ സംസാരിക്കത്തില്ല. പയ്യന് അവരുടെ സംസാരം കേൾക്കാൻ നേരത്തെ അറിയാം. അപ്പോൾ അങ്ങനെ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് സംസാരത്തിൽ, മുഖത്തിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എല്ലാ കാര്യവും ശരിയാണോ എന്നില്ല, എന്നാൽ കുറേ കാര്യമൊക്കെ നമുക്കിത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാരണം നമുക്കത് മനസ്സിലാകും. അതല്ലാതെ ഇന്ന് പഠിച്ച ആൾക്കത് അത് മനസ്സിലാക്കണമെന്ന് വെച്ചില്ല. അപ്പം നമ്മൾ വിരത്തിലെ ഒരു അസുഖം മുഖം കാണാതെ അറിയാം, എന്താ കൊണ്ടാണ് ആ അസുഖം ഉണ്ടായി മരിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുഖം ശ്രദ്ധിച്ചോണം. അതുപോലെ ഇരുണ്ട് മുഖത്തിനൊക്കെ നീര് വീഴ്ചയുണ്ടാകും, കാലിൻ്റെ വെള്ളയ്ക്ക് നീര് വീഴ്ചയുണ്ടാകും, കാലിന് ചോട്ടിൽ നീര് വീഴ്ചയുണ്ടാകും, ശരീരം മൊത്തം നീര്. അവരൊക്കെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ കുടിവെള്ളമൊക്കെ ആവശ്യത്തിന് കുടിവെള്ളം കുടിച്ച്. അതിൽ ഇതിൻ്റെ അത് പറയുന്നുണ്ട്, എപ്പോഴും കളരി വിദ്യാർത്ഥി കഴിക്കേണ്ട തിളപ്പിച്ചാറിയ വെള്ളമാണ്. എന്താ വെള്ളം കഴിക്കേണ്ട? കോലരക്ക് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, ആയുർവേദത്തിൽ കിട്ടും. കോലരക്ക്, ചുക്ക്, മല്ലി. ചുക്കൊക്കെ കുറച്ചെടുക്കുക. മല്ലി, കൊത്തമല്ലി എന്ന് പറയും, ഇങ്ങനെ ഉണ്ടായിട്ട് ഇരിക്കുന്ന കൊത്തമല്ലി. അതിൻ്റെ അത് കോലര കുറച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് എല്ലാവരും കഴിക്കുക. എന്ന് വെച്ചാൽ അത് ബ്ലഡ് ശുദ്ധീകരിക്കുകയും ചെയ്യും, ശരീരത്തിൽ നീർക്കെട്ടൊന്നും ഉണ്ടാകത്തില്ല, അസ്ഥിക്ക് ബലം ഉണ്ടാകും. അപ്പോൾ അത് നല്ലൊരു കുടിവെള്ളമാണ്. അത് നമ്മൾ കളരി പഠിക്കുന്ന പിള്ളേർക്ക് അത് തിളപ്പിച്ചുകൊണ്ട് വന്ന് കുടിക്കാം. തണുപ്പ് കാലത്ത്, ചൂട് കാലത്തും വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ചുവന്നുള്ളി നമ്മൾ കഴുകി കുത്തി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ കരിപ്പട്ടി കൂടെ ഇട്ട് അതിൽ കുത്തി ചതച്ച് പിഴിഞ്ഞെടുത്ത് നമ്മളത് ഡ്രോപ്പായിട്ട് കഴിക്കാം, തേൻ പോലെ കഴിക്കാം. അതല്ലെങ്കിൽ അതിനകത്ത് ഒരു 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ എടുത്ത് കുലുക്കി നമുക്ക് സിബ് ചെയ്ത് കളയാം. അപ്പം പിന്നെ അതൊക്കെ നല്ല ശരീരത്തിന് ഏറ്റവും ഫലപ്രദമാണ്. ഇനി അഥവാ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ശരീരത്തിന് ഉഷ്ണത്തിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ കൂവപ്പൊടി പശുവിൽ കഴിക്കുക, അല്ലെങ്കിൽ ചുവന്നുള്ളി വായിലിട്ട് ചവച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിന് ഒറ്റമൂലി പറയുന്നുണ്ട്. ഒറ്റമൂലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് പറയുന്ന നമ്മുടെ പിന്നെ ഞെരിഞ്ഞിലെന്ന് പറയുന്ന സാധനമുണ്ട്. ഞെരിഞ്ഞിലെന്ന് പറയുമ്പോൾ ഞെരിഞ്ഞിൽ നമുക്ക് മിക്ക കടയിലും കിട്ടുന്ന കായാണ്. അതിൻ്റെ അതിൻ്റെ ഒരു
ചുവട് കിട്ടും. അതിൻ്റെ ഒരു ചുവട് പന്തലിച്ച് കിടക്കും നിലത്ത്, ഇച്ചിരി പൊങ്ങി നിൽക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ കാക്കമുള്ളി പിടിക്കാറുണ്ട്. അതിൻ്റെ ചുവടാടെ പറിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഈ ഉഷ്ണത്തിൻ്റെ അസുഖം മാറും. അങ്ങനെ നമുക്ക് കളരിയിൽ ഒരുപാട് ചികിത്സയുണ്ട്. കളരി അഭ്യാസം മാത്രമല്ല ചെയ്യേണ്ടത്, ചികിത്സയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തിരുമെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ തിരുമ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഒരാളെ തിരുമണമെങ്കിൽ 1.25 മണിക്കൂർ വേണം. 1.25 മണിക്കൂർ. നമ്മൾ ലഘൂകരിച്ചും ചിലർ ബിസിനസ്സായിട്ട് കണ്ടിട്ടും ഇവർ പെട്ടെന്ന് തിരുമ്മി വിട്ട് വെച്ച് അടുത്ത ആളെ കയറ്റി വെച്ച് പിന്നെയും തിരുമുക എന്നുള്ള ലക്ഷ്യബോധമാണ് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും കാണുന്നത്. എല്ലായിടത്തും ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കളരിയുടെയും ആയുർവേദത്തിൻ്റെയും ബോർഡ് വെച്ചിട്ട് ആൾക്കാരെ 20 മിനിറ്റ് പോലും തിരുമാതെ, 30 മിനിറ്റ് പോലും തിരുമാതെ പൈസ മേടിച്ചിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. തിരുമറിഞ്ഞൂടാത്തവർ ഒരുപാട് കയറി കളിച്ചിട്ട് എല്ലാവർക്കും ദോഷം വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് അറിഞ്ഞൂടാത്തതിൻ്റെ വണ്ടിയെ കയറുന്ന പോലെ ആയിരിക്കും ഒരു ചികിത്സ അറിയാൻ തീരുമാനം അറിഞ്ഞൂടാത്തതിൻ്റെ കൈ കൊണ്ട് ശരീരം കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ആപത്തായിരിക്കും, അല്ലെങ്കിൽ നാളെ ആപത്തായിരിക്കും. ശരീരത്തിന് ഈ ഒരു വൈബ്രേറ്റ് എന്ന് വെച്ചാൽ ശരീരത്തിന് ഞരമ്പുകൾ വിറവലുണ്ടാകും. അറിഞ്ഞൂടാത്തൊരു തിരിഞ്ഞു. അത് ഇപ്പോഴൊന്നും അറിയത്തില്ല, ഒരുപാട് നാൾ കഴിഞ്ഞ് അത് അറിയാൻ പറ്റത്തുള്ളൂ. ചിലവർ റോള് തടിയൊക്കെ ഇട്ട് ഉരുട്ടുന്നുണ്ട്, അതൊക്കെ ദോഷമാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ കർക്കിടകത്തിൽ നിങ്ങൾ ചികിത്സ എടുക്കാൻ നേരത്ത് നല്ലൊരു ആശാനത്ത് തന്നെ ചികിത്സിക്കുക. വഴി കാണുന്ന സ്ഥലത്തൊന്നും ചികിത്സ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ ജീവിതം വലിയതാണ്, അത് ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാത്തവരുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് കുഴപ്പത്തിലാകരുത്. ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള. ഞങ്ങളുടെ ഇത്തവണത്തെ കർക്കിടകത്തിൻ്റെ ഭാഗമായിട്ട് സുഖചികിത്സയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത് പഠിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. അത് കൃത്യമായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തരാനൊക്കത്തില്ല, എൻ്റെ തിരുമ പഠിപ്പിച്ചു തരാം. കളരിയുള്ള കുറച്ച് അഭ്യാസം പഠിപ്പിച്ചു തരാം. ഇതേ നമ്മളെ കൊണ്ട് വരുന്നില്ല. അത് സർട്ടിഫിക്കറ്റ് വിതരണമൊന്നുമില്ല നമുക്ക്. ഇത് കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം അടുത്ത ആഴ്ച. നമസ്കാരം.